ഹലോ ഗൈസ്, ഷെൽനിക് സ്റ്റോറീസിലെ ഹണിമൂൺ സീരീസിലെ പാർട്ട് 3യിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പോർട്ട് പ്ലെയറിൽ ജെറ്റ് സ്കൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചെത്തി റൂമിലെത്തി ഫ്രഷൊക്കെ ആയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. രുചി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ വളരെ രുചികരമായ ഫുഡാണ് അവിടെയുള്ള. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ പോർട്ട് പ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കിലേക്ക് നോട്ടികം ഒരു ഫെറിയാണ്. അത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഹാവ്ലോക്കിലെ പോർട്ടിലെത്തി. അങ്ങനെ ലഗേജൊക്കെ അൺലോഡ് ചെയ്ത് നമ്മൾ ബീച്ച് റിസോർട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ബുക്ക് ചെയ്ത ഹോട്ടൽ, സിൽവർ സാൻഡ് ബീച്ച് റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു പ്രൈവറ്റ് ബീച്ചൊക്കെ ഉണ്ട്. പിന്നെ നല്ല ആംബിയൻസ് ഉണ്ട്. ഒത്തിരി റിസോർട്ട് ഞങ്ങൾ നോക്കിയിരുന്നു. എന്നിട്ട് ഇതാണ് ബുക്ക് ചെയ്തത്. ഇത് അവിടുത്തെ റെസ്റ്റോറൻ്റാണ്. നമ്മൾ ബുക്ക് ചെയ്തത് ഗാർഡൻ ഫേസിങ് വില്ലാസാണ്. അതിൽ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ബീച്ചാണ്, പ്രൈവറ്റ് ബീച്ച്. എനിക്ക് വളരെ സന്തോഷമായി ഇവിടെ വരാൻ സാധിച്ചതിൽ. നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇത്രയും വേഗം ബീച്ചിൽ പോകണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ലഗേജൊക്കെ കൊണ്ടുവെക്കണം. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഊഞ്ഞാലുകളുണ്ടായിരുന്നു. നമ്മൾ ലഗേജൊക്കെ കൊണ്ടുവച്ചിട്ട് വേഗം വന്ന് ബീച്ചിൽ ഞാൻ കുറച്ച് നേരം നിന്നു. അവിടുത്തെ വ്യൂവും ഒക്കെ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഒന്നല്ല, കുറേ ഊഞ്ഞാലുണ്ട്. നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. റൂമിൻ്റെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ബീച്ചിലേക്ക് പോവാണ്. ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ. ബീച്ച് റിസോർട്ടിൻ്റെ താമസിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആ ബ്ലൂ വാട്ടേഴ്സൊക്കെ കണ്ട് അവിടെ സ്വിങ് ഒക്കെ ചെയ്ത് നല്ല എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ആളൊഴിഞ്ഞ സ്പോട്ടിലേക്ക് പോകാൻ നോക്കുമായിരുന്നു. വേറെ ഏതെങ്കിലും നൈസായിട്ടുള്ള സ്പോട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഒരു സ്ഥലത്തെത്തി. അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ റൂമിലെത്തിയ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു ബൈക്ക് റെൻറ്റിനെടുത്തിട്ട് നമ്മൾ കാലാപത്ര ബീച്ചിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും ലേറ്റായി. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഡിന്നർ കഴിക്കാനായിട്ടൊരു സ്ഥലം തപ്പിപ്പോയി. അങ്ങനെ സംതിങ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്പോട്ടായിരുന്നു. അവിടുത്തെ വെയിറ്റർ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യുമായിരുന്നു ഫുഡ് ഏതൊക്കെയാണ് ഐറ്റംസ് ട്രൈ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ പറഞ്ഞ ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവരോട് തന്നെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ ചോദിച്ചായിരുന്നു അവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ. പിന്നെ എടുത്തുതന്ന ഫോട്ടോ ആണിത്. ഉടനെ തന്നെ അവർ വേറൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സർപ്രൈസായിട്ട് ഫ്രെയിം ചെയ്ത് തന്നു.